സോ നമ്മൾ പുതിയൊരു കണ്ടൻറ്റുമായിട്ട് വന്നേക്കുവാണ്. കണ്ടൻറ്റ് വേറൊന്നുമല്ല, നമ്മുടെ ഫോൺ പേ സ്പീക്കർ തന്നെയാണ് താരം. അപ്പം ഇന്ന് ഈ വീഡിയോ ഇവിടെ ചെയ്യാൻ കാരണം, ഒത്തിരി ആളുകൾ നമ്മളോട് കുറച്ച് ഡൗട്ടൊക്കെ ചോദിക്കുന്നുണ്ട്. ഒത്തിരി എൻക്വയറീസ് നമുക്ക് വരുന്നുണ്ട് നമ്മുടെ ആദ്യത്തെ വീഡിയോയിലൂടെ നമ്മുടെ ഫോൺ നമ്പറിൽ നമ്മൾ കുറേ ആളുകൾ നമ്മളെ കോൺടാക്ട് ചെയ്യുന്നുണ്ട്, വാട്സപ്പിൽ മെസ്സേജ് അയക്കുന്നുണ്ട്, വിളിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സ്മാർട്ട് സ്പീക്കറിൻ്റെ എന്താ പറയുക, ഒരു അൺബോക്സിങ്ങും കൂടി നമ്മൾ ചെയ്യുന്നത്. ബോക്സ് നമ്മൾ ഓപ്പൺ ചെയ്യുവാണ്. ഓപ്പൺ ചെയ്യുമ്പം നമുക്കിവിടെ നമ്മുടെ ഒരു കവറിൻ്റെ അകത്ത് നമുക്കവിടെ ഓക്കെ. അപ്പോൾ നമ്മുടെ സൗണ്ട് ബോക്സ് ഓപ്പൺ ചെയ്തു. ഒരു കവറിലാണ് വരുന്നത്, ഈ കവറിലാണ് നമുക്ക് അത് വരുന്നത്. നമ്മുടെ സൗണ്ട് ബോക്സ് ഓപ്പൺ ചെയ്തു. അപ്പോൾ ഓപ്പൺ ചെയ്യുമ്പം നമുക്ക് ഫ്രണ്ടിൽ ഒരു QR കോഡ് കാണാം. അത് നമ്മുടെ കസ്റ്റമർക്ക് പേ ചെയ്യാൻ വേണ്ടി, നമ്മുടെ കടയിൽ വരുന്ന കസ്റ്റമേഴ്സിന് നമുക്ക് ഇവിടെ പേ ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് നേരെ ബാക്ക് പോർഷൻ എടുക്കുവാണെങ്കിൽ, ടോപ്പ് പോർഷൻ എടുക്കുവാണെങ്കിൽ നമുക്ക് ഒരു സ്പീക്കറിൻ്റെ ഒരു പോർഷൻ നമുക്കിവിടെ കാണാം. ഇവിടെയാണ് സ്പീക്കർ അറ്റാച്ച് ചെയ്തേക്കുന്നത്. ആൻഡ് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ 4 സ്വിച്ചസ് ഉണ്ട്. ഓക്കെ, ഒന്ന് നമ്മുടെ പവർ ഓൺ ചെയ്യാൻ വേണ്ടി, ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പവർ ഓൺ ചെയ്യാൻ പറ്റും. ദെൻ രണ്ടാമത്തെ സ്വിച്ച് എന്ന് പറയുമ്പം നമുക്ക് വോളിയം ഡൗൺ ആണ്, വോളിയം കുറയ്ക്കാൻ വേണ്ടി. മൂന്നാമത്തെ വോളിയം കൂട്ടാൻ വേണ്ടി. നാലാമത്തെ റിപ്പീറ്റ് ചെയ്യാൻ, ലാസ്റ്റ് ട്രാൻസാക്ഷൻ നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ റിപ്പീറ്റ് ആയിട്ട് കേൾക്കാൻ പറ്റും. ദെൻ നമുക്കിവിടെ അവരുടെ സർവീസ് നമ്പർ, സൈഡിലേക്ക് വരുമ്പോൾ വേറെ സർവീസ് നമ്പർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ അകത്ത് നമ്മുടെ ചാർജർ, അതായത് നമ്മുടെ ചാർജിങ് പോയിൻ്റ് ഇവിടെ ഉണ്ട്. ഫോൺ പേയുടെ ഒരു ലേബലിംഗ് ഉണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് ബോക്സ് നോക്കുവാണെങ്കിൽ നമുക്ക് പിന്നെ ഒരു കേബിള്, അതുപോലെ ഒരു ചാർജർ. കേബിളൊക്കെ നല്ല ക്വാളിറ്റി ഉള്ളതാണ്, ചാർജറും അതുപോലെ നല്ല ക്വാളിറ്റി ഉള്ള ചാർജറാണ്. പിന്നെ വരുന്ന നമുക്കൊരു യൂസർ മാനുവൽ, ഇതാർക്കും വേണ്ടാത്തൊരു മാനുവൽ. അപ്പം ഇത്രയാണ് നമുക്ക് ഒരു ബോക്സിൽ ഫോൺ പേ കമ്പനി നമുക്ക് തരുന്നത്. അപ്പോൾ നമുക്കിതങ്ങ് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് കസ്റ്റമേഴ്സ് നമ്മുടെ എന്തൊക്കെ സംശയമാണ് ചോദിച്ചത്, അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് പറയാം. ആക്ച്വലി സൗണ്ട് ബോക്സിൻ്റെ വില എന്താണെന്നാണ് എല്ലാവരുടെയും സംശയം. അത് ഡിപ്പെൻഡിങ് ഓൺ ദ ടൈം, ഓരോ ടൈമിലും മാറിക്കൊണ്ടിരിക്കും. എന്നാൽ അത് ഫ്രീക്വൻ്റ്ലി ചേഞ്ച് ആവുന്ന ഒന്നല്ല. കമ്പനി അവരുടെ ഓഫേഴ്സ് പുറത്ത് കൊണ്ടുവരുമ്പോൾ ഓരോ ടൈമിലും ഓരോ എമൗണ്ട് ആയിരിക്കും. ഇപ്പോൾ കമ്പനി ഇതിന് കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് സ്റ്റാർട്ടിങ് 314 ആണ്. 314 രൂപയ്ക്ക് ഈ സൗണ്ട് ബോക്സിൻ്റെ റേറ്റ് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഇതിന് മുന്നത്തെ 2 വീഡിയോസിൽ ഞാൻ റേറ്റ് പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് ഒത്തിരി പരാതികൾ നമുക്ക് വന്നായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ സ്റ്റാർട്ടിങ് റേറ്റ് 314 ആണ്. ആൻഡ് അത് മേളിലേക്ക് പോകും. അതായത് വീണ്ടും അടുത്ത പ്ലാൻ സെലക്ട് ചെയ്യുമ്പോൾ അടുത്ത റേറ്റ് വരും, ഇതിന് വില വരും. ഇനി ആളുകൾ ചോദിക്കുന്നുണ്ട്, നമ്മൾ ഫോൺ പേ ബിസിനസ് ആപ്പ് നിർബന്ധമാണോ എന്ന്. അതായത് നമ്മുടെ സ്മാർട്ട് സ്പീക്കർ നമുക്ക് പർച്ചേസ് ചെയ്യാൻ വേണ്ടി ഫോൺ പേ ബിസിനസ് നിർബന്ധമാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അതെ, ഫോൺ പേ ബിസിനസ് ആപ്പ് നിർബന്ധമാണ് നമുക്ക് സ്മാർട്ട് സ്പീക്കർ പർച്ചേസ് ചെയ്യാൻ വേണ്ടി. ഓക്കെ, അതെന്തിനാന്ന് വെച്ചാൽ നമ്മുടെ സൗണ്ട് ബോക്സിൻ്റെ ചാർജ് എന്തോരമുണ്ട്, ഇതിൻ്റെ റേഞ്ച് എന്തോരമുണ്ട്, ഇതിൽ എത്ര പേര് പേയ്മെൻറ്റ് ചെയ്യുന്നുണ്ട്, ആ പേയ്മെൻറ്റ് ചെയ്ത് ആരൊക്കെയാണ്, അവരുടെ എണ്ണം, ടോട്ടൽ എമൗണ്ട്, അവരുടെ പേര്, പിന്നെ ഇതിൻ്റെ സെറ്റിൽമെൻറ്റ്, ഇപ്പോൾ ഇതെല്ലാം നമുക്ക് അറിയാൻ പറ്റും നമ്മുടെ ഫോൺ പേ ആപ്ലിക്കേഷനിലേക്കാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഫോൺ പേ സ്മാർട്ട് സ്പീക്കർ പർച്ചേസ് ചെയ്യണമെങ്കിൽ നമ്മുടെ ബിസിനസ് ആപ്പ് നിർബന്ധമായിട്ട് നമുക്ക് വേണ്ടത്. ഓക്കെ, അതോർത്ത് നിങ്ങൾ പേടിക്കേണ്ട, നിങ്ങൾക്ക് തന്നെ ബിസിനസ് ആപ്പ് രജിസ്റ്റർ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നമ്മുടെ ഹെൽപ്പോടുകൂടി ചെയ്യാൻ പറ്റും. നമ്മൾ ചെയ്തു തരും. ജസ്റ്റ് 5-6 മിനിറ്റിൻ്റെ ഒരു പ്രൊസീജിയർ മാത്രമേ ഉള്ളൂ ബിസിനസ് ആപ്പ് റെഡിയാക്കാൻ വേണ്ടി. ഇവിടെ കൂടുതൽ ആൾക്കാരും ചോദിക്കുന്നതാണ് ഇതിൻ്റെ അകത്ത് ഏതൊക്കെ സിമ്മാണ് നിങ്ങൾ ഇടുന്നതെന്ന്. അതിൻ്റെ അകത്ത് നമുക്ക് എയർടെൽ VIയുടെ സിമ്മാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് ഇടുന്നത്. നിങ്ങൾക്ക് കാണാം, ഇവിടെയാണ് നമ്മൾ ഇതിൻ്റെ സിമ്മ് നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമ്മുടെ എയർടെലിൻ്റെ സിമ്മ് നിങ്ങൾ സാധാ നോർമൽ സിമ്മിൻ്റെ സെയിം സൈസ്, സെയിം സിമ്മ്, പക്ഷേ ഇതിൻ്റെ കംപ്ലീറ്റ് കൺട്രോൾ കമ്പനിയുടെ കയ്യിലാണ്. അതായത് ഈ സിം ആരുടെയും പേരിലുള്ളതല്ല. ഇതുപോലത്തെ IoT ഡിവൈസസ്, നമ്മുടെ ഇതിനൊക്കെ ഒരു ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ് ഡിവൈസസ് എന്ന് പറയണേ. അപ്പോൾ ഇതുപോലത്തെ ഡിവൈസസിന് വേണ്ടി ഇൻസേർട്ട് ചെയ്യാനുള്ള പ്രത്യേക സിമ്മാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതിൻ്റെ റീചാർജും കാര്യങ്ങളെല്ലാം ചെയ്തു തരുന്ന കമ്പനിയാണ്. ഇതാണ് നമ്മുടെ VIയുടെ സിമ്മ്. എക്സാക്ട്ലി സെയിം സിമ്മിൻ്റെ. ഓക്കെ, ഇവിടെ എഴുതിയിട്ടുണ്ട് VI IoT സിം കാർഡ് എന്ന് ഇവിടെ നമുക്ക് കാണാൻ പറ്റും, ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പം ഇതിലേത് സിമ്മാണോ അവിടെ റേഞ്ച് ഉള്ളത്, സിമ്മിനാണോ റേഞ്ച് ഉള്ളത്, നമ്മൾ ആ സിമ്മ് ഇൻസേർട്ട് ചെയ്തിട്ട് നമ്മൾ
ഈ ബോക്സ് കോൺഫിഗർ ചെയ്ത് നിങ്ങൾക്ക് അയച്ചു തരും. പിന്നെ നമ്മളോട് കൂടുതൽ ആൾക്കാർ സംശയം ചോദിച്ച ഒന്നാണ് ഇത് കേരളത്തിൽ എവിടെ വേണമെങ്കിൽ ഡെലിവറി ആവാൻ വേണ്ടി എത്ര ദിവസം എടുക്കുമെന്നുള്ളത്. ഓക്കെ, ആക്ച്വലി നിങ്ങൾക്ക് കേരളത്തിൽ എവിടെയാണെങ്കിലും വിത്തിൻ 4 to 5 ഡേയ്സിനുള്ളിൽ നിങ്ങൾക്ക് പ്രൊഡക്റ്റ് ഡെലിവേർഡ് ആവും. അവിടെ വരുമ്പോൾ ജസ്റ്റ് ഞാൻ ഈ സൗണ്ട് ബോക്സ് എങ്ങനെയാണോ അൺബോക്സ് ചെയ്ത് അതുപോലെ തന്നെ ഓപ്പൺ ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. ഇവിടെ ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓണായി വരും. അത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈ ഡിവൈസ് ഉപയോഗിച്ച് തുടങ്ങാം. അതുപോലെ നമ്മൾ ഫുള്ളി കോൺഫിഗർഡ് ആയിട്ടാണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത്. ഷിപ്പിംഗ് ചാർജസ് വരുന്നുണ്ട്. നമുക്ക് ഓരോ ഷിപ്മെൻറ്റിനും നമുക്ക് ഇത്ര ഷിപ്പിംഗ് ചാർജ് വരുന്നുണ്ട്. അത് നമുക്ക് എക്സ്ട്രാ പേ ചെയ്യേണ്ടതാണ്. അതായത് നമ്മൾ സൗണ്ട് ബോക്സിൻ്റെ റേറ്റ് മാത്രമായിരുന്നു നമ്മൾ പറഞ്ഞത്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഷിപ്പിംഗ് ചാർജ് വരുന്നുണ്ട്. അത് ഡിപ്പെൻഡിങ് ഓരോ സ്ഥലത്തേക്ക് ഓരോ ചാർജസാണ് വരുന്നത്. ബോക്സിൻ്റെ അകത്ത് നമ്മൾ കൂടുതലായിട്ടും നമ്മുടെ QR കോഡ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതുപോലത്തെ സ്റ്റിക്കർ QR നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് സ്റ്റിക്കർ QR ആണ്. പിന്നെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഇതുപോലെ മിനി PVC QR ആണ്. അത് നല്ല സ്ട്രെങ്ത് ആയിട്ടുള്ള വളച്ചാലൊന്നും ഒടിയില്ലാത്ത നമ്മുടെ ഒരു വെള്ളം നനഞ്ഞാലൊന്നും പ്രശ്നമില്ലാത്ത ഒരു QR കോഡാണ് അയക്കുന്നത്. ഇപ്പം ഓക്കെ, പിന്നെ നമുക്ക് സ്റ്റാൻഡ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട്. ഇത് എപ്പോഴും നമുക്ക് സ്റ്റോക്ക് ഉണ്ടാവാറില്ല, പക്ഷേ ഇപ്പോൾ നമുക്ക് സ്റ്റോക്ക് വന്നിട്ടുണ്ട്. അപ്പം സ്റ്റാൻഡ് വേണമെങ്കിൽ അത് അയച്ചു തരും. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും സ്റ്റാൻഡ് മാത്രം മതി, QR കോഡ് മാത്രം മതി എന്നുണ്ടെങ്കിൽ നമ്മൾ അതും അയച്ചു തരുന്നതാണ്. ജസ്റ്റ് നമ്മുടെ വാട്സപ്പിലേക്ക് ഒന്ന് മെസ്സേജ് ഇടുക. കൂടുതൽ നമുക്ക് മെസ്സേജ് ഇടുന്നതായിരിക്കും നമുക്ക് എളുപ്പം. കാരണം നമുക്ക് ടൈം ഉള്ളപ്പോൾ റിപ്ലൈ തരാൻ പറ്റും. കോൾ വരുമ്പോൾ നമുക്ക് എല്ലാ കോളും നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റാറില്ല. നമ്മൾ തിരിച്ച് വിളിക്കും എന്തായാലും അവരെ. പക്ഷെ നമുക്ക് എല്ലാ കോളും അറ്റൻഡ് ചെയ്യാൻ പറ്റാറില്ലാത്തതുകൊണ്ട് മാക്സിമം മെസ്സേജ് അയക്കാൻ നോക്കുക. ഇത്രയും കാര്യങ്ങളൊക്കെയാണ്